ഗെയിം കളിച്ച് ബോറടിച്ചു തുടങ്ങി. നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്താലോ? ബബിൾസ് ഉണ്ടാക്കാം. ജെയിൻ ബബിൾസ് നല്ല അടിപൊളിയായിരിക്കും. Hi all, my name is Ishaan. Welcome to my YouTube channel Just Ishaan. Let's jump into the video. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ബബിൾസ്. അപ്പോൾ ഞാൻ അത് പൂരത്തിനും പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ സ്ഥിരം വാങ്ങിക്കാറുണ്ട്. പക്ഷെ അത് ചെറിയ ചെറിയ ബോട്ടിൽ കിഡ്സ് ആവും. അത് പെട്ടെന്ന് തീരും ചെയ്യും. അപ്പോൾ ഞാൻ കുറേ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും സക്സസ് ആയില്ല. ഇപ്പോഴാണ് ഞാൻ എൻ്റെ എക്സാക്ട് കോമ്പിനേഷൻ മനസ്സിലാക്കിയത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ബബിൾ ഉണ്ടാക്കാൻ നമുക്ക് ആ കൂടി രണ്ട് ഐറ്റംസാണ് വേണ്ടോ. ഒന്ന് ബബിൾ സൊല്യൂഷനും 2 ബബിൾ വാൻഡും. ബബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണെന്ന്. ബബിൾ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തിളപ്പിച്ചാറിയ വെള്ളം 500 ml, ഡിഷ് വാഷ് സോപ്പ് ലിക്വിഡ് 200 ml, ഗ്ലിസറിൻ 100 ml, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിഷ് വാഷ് സോപ്പ് ലിക്വിഡ് വിമ്മിൻ്റെ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഗ്ലിസറിൻ്റെയും പഞ്ചസാരയുടെയും ഉപയോഗം സെയിം തന്നെയാണ്. നമ്മുടെ സൊല്യൂഷൻ്റെ കട്ടി കൂട്ടുക. ഇനി ഇതെല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും മിനിമം വെക്കണം. എന്നാലാണ് നമുക്ക് അടിപൊളി വലിയ ബബിൾസൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബബിൾ വാൻഡ് ഉണ്ടാക്കാം. ബബിൾ വാൻഡ് ഉണ്ടാക്കാൻ ആദ്യം ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ 2 പൈപ്പ് വേണം. പിന്നെ 4 അടിയുടെ നീളമുള്ള കോട്ടൺ ത്രെഡ് വേണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടൺ ത്രെഡിന് എടുക്കാൻ. കാരണം കോട്ടൺ ത്രെഡാണ് ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുള്ളൂ. പിന്നെ നട്ടും ബോൾട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അത് കെട്ടേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ത്രെഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇത് യു ഷേപ്പിൽ ഇങ്ങനെ വെക്കണം. നെറ്റും ബോൾട്ട് ഇവിടെ വെച്ചിട്ട് ഒരു പൈപ്പ് ഇവിടെയും ഒരു പൈപ്പ് ഇവിടെയും. ഇങ്ങനെയാണ് കെട്ടേണ്ടത്. ഞാൻ അപ്പോൾ അതെ 2 സൈഡിലും പ്ലാസ്റ്റിക് പൈപ്പ് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ത്രെഡ് യു ഷേപ്പിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നട്ട് അടിയിൽ കെട്ടിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സൊല്യൂഷനിൽ മുക്കുമ്പോൾ ഇതിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
സയൻസ് നോക്കിയാലോ? ബബിൾ എപ്പോഴും ഒരു ബ്രെഡ് സാൻഡ്വിച്ച് പോലെയാണ്. അതായത് 2 സൈഡിൽ സോപ്പ് മോളിക്യൂൾസും നടുക്കിലെ ഒരു വാട്ടർ മോളിക്യൂളും അടങ്ങിയതാണ് ബബിൾ. ബബിൾ എപ്പോഴും ഒരു സ്പിയർ ഷേപ്പിലാണ് ഉണ്ടാവുക. കാരണം സ്പിയർ ഷേപ്പ് ഏറ്റവും എനർജി കുറഞ്ഞ രീതിയിൽ ഫോം ആവുന്ന ഒരു ഷേപ്പാണ്. സ്പിയറിന് സർഫസ് ഏരിയ ഏറ്റവും കുറവും സർഫസ് ടെൻഷൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡുമാണ്. അതെ, വെള്ളത്തിന് പൊതുവെ സർഫസ് ടെൻഷൻ കൂടുതലാവും. വെള്ളത്തിലേക്ക് നമ്മൾ ലിക്വിഡ് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറയും. കൂടാതെ അതിൻ്റെ മോളിക്യൂൾസൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവുകയും ചെയ്യും. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ കട്ടി അങ്ങോട്ട് കൂടും. അപ്പോൾ ബബിളിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇവാപ്പറേഷൻ ആവാതെ ഗ്ലിസറിൻ സഹായിക്കും. അപ്പോൾ നമുക്ക് നല്ല വലിയതും പൊട്ടാത്തതുമായ അടിപൊളി ബബിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ജസ്റ്റ് ഇഷാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഇഷാൻ സൈനിങ് ഓഫ്.